നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശും നയനയും കൂടെ നന്ദുവിൻ്റെ ആ പാർട്ടിക്ക് വേണ്ടി അവർ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവൻ ആ സമയത്ത് നമ്മളെ കനക പറയുന്നുണ്ട്, മുമ്പ് തെറ്റ് അഭി ചെയ്തപ്പം അഭിയെ കുറ്റം പറഞ്ഞു, ഇപ്പം ആദർശ് ചെയ്യുമ്പം ആദർശിൻ്റെ കുറ്റം പറയുന്നുണ്ട്. ആരാണ് ചെയ്യുന്നത്? അപ്പോൾ അവരല്ലേ കുറ്റം പറയത്തുള്ളൂ. അപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നവർ തെളിയിക്കുകയല്ലേ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ നന്ദ് പറയും, അത് ശരിയാണ്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കും അറിയാം, നയനേച്ചിക്കും അറിയാം. പക്ഷേ നമ്മളെ കയ്യിൽ അത് തെളിയിക്കുന്നൊരു തെളിവോ കാര്യങ്ങളോ ഒന്നും നമ്മളെ കയ്യിലില്ല. അപ്പം നമ്മൾ അത് തെളിയിക്കണം, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം എന്നിങ്ങനെ നന്ദു നയനെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, അത് ശരിയാണ് ആദർശ്, കാര്യം വെച്ചാൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതല്ലെങ്കിൽ ബോധ്യപ്പെടുത്താത്ത കാലത്തോളം ആദർശിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും ആ ഒരു തെറ്റ് കിടക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദൻ പറയും, ആദർശ് നയനയോടാണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദർശാണെങ്കിൽ നയനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇനിയുള്ള സത്യങ്ങൾ പറയേണ്ടത് നയനയാണല്ലോ പറയേണ്ടത്. അപ്പോഴത്തേക്ക് നയനയാണെങ്കിൽ ആ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വിളിച്ച് പറയാനുള്ള ആ ഒരു മൂഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതലുള്ള ബെല്ലൈൻ്റെ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ.